എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാർട്ടിയുടെ പുറകിലുള്ള ഓട്ടത്തിലായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ പേര് സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ BJPയുടെ മറ്റൊരു പാർട്ടി. വെറും തമാശയായിട്ട് തുടങ്ങി ലക്ഷക്കണക്കിന് യുവാക്കൾ ഫോളോ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാറി. എന്നാൽ ഇതിന്റെ പിന്നിൽ നമ്മൾ കാണാതെ പോകുന്ന വലിയൊരു അപകടമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ വളരെ വലുതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. പിന്നെ ഇപ്പൊ പരീക്ഷയിലും മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ വർദ്ധിച്ചു വരുന്ന ക്രമക്കേട് ചില്ലറയൊന്നുമല്ല. കേന്ദ്രം എന്തായാലും നമ്മളെ മുടിപ്പിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അമ്മമാരെ നമ്മളെ പിച്ചച്ചട്ടി എടുപ്പിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കേന്ദ്ര സർക്കാർ വരുത്തി തീർക്കാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പഠിച്ച പണി 18 നോക്കും. അതിനുവേണ്ടി അവർ ഏതൊക്കെ കളി കളിക്കാമോ അതെല്ലാം കളിക്കും. നമ്മളെപ്പോലുള്ള യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന പരീക്ഷകളിലെ ക്രമക്കേടുകൾ, മറ്റ് സംവിധാനങ്ങളിലെ കറപ്ഷൻ, ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അറിയാതെ ആണെങ്കിലും നമ്മളും ഇവരോടൊപ്പം ചേർന്ന് നമ്മുടെ പ്രശ്നങ്ങൾ വെറും തമാശ രൂപത്തിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ വഴി കുറച്ച് കോമഡി മിമികളും കുറച്ച് വീഡിയോസുകളും പോസ്റ്റുകളും മാത്രം ചെയ്തതിന് ശേഷം നമ്മൾ പ്രതിഷേധം അവിടെ അവസാനിപ്പിക്കുന്നു. യഥാർത്ഥ പ്രതിഷേധം ഇതാണോ? യഥാർത്ഥ പ്രതിഷേധം ഇതല്ല. ശരിക്കും നമ്മൾ പ്രതിഷേധിക്കേണ്ടത് സർക്കാരിനെതിരെ തെരുവുകളിലാണ്. സർക്കാർ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒരു കാരണത്തിൽ ഉത്തരം കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതിന്റെ പിന്നിലുള്ള വലിയൊരു അപകടത്തെ കുറിച്ച് എന്തുവാണെന്ന് ഇപ്പൊ പറയാം. ഇന്നലകളിൽ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി നിലവിൽ വന്നു. ഇന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഓഗി പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളെയും കൂടെ കൊല്ലാനായിട്ട് ഒരു പുതിയ പാർട്ടി നിലവിൽ വന്നു. ശരിക്കും ഇതൊരു തമാശ രൂപത്തിലല്ലേ അപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് വേണ്ടത് ഇതൊക്കെ തന്നെ. ഇതിനെ പ്രതി നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വിട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഇടുന്ന ഓരോ പോസ്റ്റുകളും ബാക്കിലോട്ട് പൊക്കോണ്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വിഷയങ്ങളുടെ ഒക്കെ പ്രസക്തി ഇത് കാരണം കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഒരു സോഷ്യൽ മീഡിയ കളി അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ ഒരു തമാശ എന്നുള്ള രീതിയിൽ പല പല പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന് ഇതുകൊണ്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റും. ഈ CJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, അത് 100% BJPയുടെ ഒരു ഉൽപ്പന്നം തന്നെ. നിങ്ങൾ അത് എങ്ങനെ ഇപ്പൊ മനസ്സിലാക്കും എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ തന്ത്രങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ് ഈ പാർട്ടി ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത്രയധികം വൈറലാവോ? ഇല്ല, ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെ വ്യക്തമായിട്ടുള്ള സഹായമുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് BJPയുടെ ഒരു വലങ്കൈ പാർട്ടിയാണെന്നുള്ളതിന്റെ കാരണം നിലവിൽ BJPക്ക് എവിടെയൊക്കെ സീറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെയെല്ലാം BJP ഉപയോഗിക്കുന്ന തന്ത്രം ആം ആദ്മി പാർട്ടിയാണ്. പ്രത്യക്ഷത്തിൽ ഇവർ ശത്രുക്കളാണെന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്താണ്. നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് മനസ്സിലാവും. BJPക്ക് എവിടെയൊക്കെ സീറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ടാവും. അവർ BJPക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടും അവിടുത്തെ തദ്ദേശപരമായിട്ടുള്ള പാർട്ടികൾക്കെതിരെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നുകൊണ്ട് കുറച്ച് സീറ്റുകൾ പിടിക്കും. എന്നിട്ട് സ്വാഭാവികമായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ BJPയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലായ സ്ഥിതിക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് BJP തന്നെയായിരിക്കും. ഈ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള BJPയുമായിട്ട് സഹകരിക്കുന്ന എല്ലാ പാർട്ടികളെയും കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കറക്റ്റായിട്ട് വ്യക്തമാവും. സാധാരണപ്പെട്ട BJP പ്രവർത്തകരൊന്നും ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കും. അവർക്കെതിരെ വരുന്ന ഒരു വലിയ ആയുധമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയെ കണ്ടുകൊണ്ട് അവരും പ്രതികരിക്കും. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി കൊണ്ട് മാത്രം നിലവിൽ ഭരണത്തിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് BJP. എല്ലാ തരത്തിലും എല്ലാ സോഷ്യൽ മീഡിയകളിൽ നിന്നും അവർക്ക് വേണ്ടത്ര ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരാളെ രംഗപ്രവേശനം ചെയ്യുന്നു. അയാൾ മില്യൺസ് ഓഫ് വ്യൂസ് കൂട്ടുന്നു, മില്യൺസ് ഓഫ് ഫോളോവേഴ്സിനെ കൂട്ടുന്നു. ഇതിന്റെ ഒക്കെ പിന്നിൽ അവർക്ക് വ്യക്തമായിട്ടും ഒരു സഹായം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ CJPയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ആള് പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാൾക്ക് വധഭീഷണി ഉണ്ടായി, കുറെ പേര് പൈസ കൊടുത്തിട്ട് BJPയിൽ ചേരാൻ പറയുന്നു, അങ്ങനെയൊക്കെ. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ഡ്രാമ ആയിട്ട് നമുക്ക് ഇതുവരെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര സർക്കാരിനെതിരെ പറയുക BJPക്കെതിരെ പറയുന്നവരായതുകൊണ്ട് തന്നെ നാട്ടിലെ 90% യുവാക്കളും സാമാന്യ യുക്തിബോധമുള്ള ഏത് പൗരന്മാരായാലും ഇവരെ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വ്യൂസും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ഫോളോവേഴ്സും കിട്ടുന്നുണ്ട്. സത്യത്തിൽ ഇതേ തന്ത്രം തന്നെയല്ലേ BJP വർഷങ്ങളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ജാതി, മതം, പശു എന്തിന്റെയൊക്കെ പേരിൽ വിഭജിക്കാമോ അതിന്റെ ഒക്കെ പേരിൽ ഇവർ നാടിനെ വിഭജിക്കും. എന്നിട്ട് ചെറിയ ചെറിയ കൂട്ടായ്മകളാക്കി ഇവർ വലിയൊരു കൂട്ടായ്മകളാക്കി ഇവരിലേക്ക് അടുപ്പിക്കും. ഇങ്ങനെ വരുന്ന കൂട്ടായ്മകളെ ഉപയോഗിച്ച് സമൂഹത്തിൽ അവർ എതിർപ്പും വിദ്വേഷവും കലർത്തി വിടും.
ഒരു ഭാഗത്ത് ജാതിയുടെ പേരിൽ അടി കിടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് പശുവിന്റെ പേരിൽ അടി കിടക്കും, വേറൊരു ഭാഗത്ത് പള്ളിയുടെ പേരിൽ അടി കിടക്കും, വേറൊരു ഭാഗത്ത് അമ്പലത്തിന്റെ പേര് പറഞ്ഞ അടി കിടക്കും. അങ്ങനെ എല്ലാ രീതിയിലും പല ഭാഗങ്ങളിലായിട്ട് ഇവർ ഇതേ തന്ത്രം ഉപയോഗിച്ച് ഇങ്ങനെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ടുള്ള വർഗീയ കലാപം ഉയർത്തിക്കൊണ്ടേയിരിക്കും. CJP തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ പറയുന്ന ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കും. പണ്ടും ഇന്നും ആം ആദ്മി പാർട്ടി ചെയ്യുന്ന പോലെ BJPയുടെ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ മറച്ചു വെക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം സ്വാധീനം അവർക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, ഡിജിറ്റൽ അരാജകത്വവും നിയമത്തോട് യുവാക്കൾക്ക് ഭയമില്ലാതാവുകയും ചെയ്യും. ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ യുവാക്കൾ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം നടത്തും. അതാണ് അവരുടെ ഐഡിയ. ഇന്ന് CJP എന്ന് പറഞ്ഞ സംഘടനയിൽ ഏറ്റവും കൂടുതലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകളെ എതിർക്കുന്നവരും ജോലിയും മറ്റ് സംവിധാനങ്ങളിലെ ക്രമക്കേടുകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളാണ്. ഇത്രയും വലിയ നിരാശ നേരിടുന്ന ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കൃത്യമായിട്ടൊരു ലീഡർഷിപ്പ് ഈ സംഘടനയ്ക്ക് അന്നുമില്ല, ഇന്നുമില്ല. കുറച്ചുപേരൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്വയം പ്രഖ്യാപിത നേതാക്കന്മാരൊക്കെ ആയിട്ട് ഈ CJPയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, നാടിന്റെ പേരില്, ഏരിയയുടെ പേരില്, സംസ്ഥാനത്തിന്റെ പേരില് എല്ലാ CJPക്ക് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നുണ്ട്. ആരാ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാ ഇതൊക്കെ നയിക്കുന്നതെന്ന് ഇന്നും വ്യക്തമായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒരു നേതാവും ഇല്ലാത്തതിന്റെ പേരിൽ ഇവന്മാരെ മൊത്തം ടാർഗറ്റ് ചെയ്ത് എവനെങ്കിലും ഒരുത്തൻ നാളെ ഒരു ഐഡിയയുമായിട്ട് വന്നൊരു പ്രക്ഷോഭം നടത്താൻ ഇവരെ വെച്ച് ആഹ്വാനം ചെയ്താൽ യാതൊരു സംശയം വേണ്ട, ഇതൊന്നും നമ്മുടെ കൈ നിൽക്കത്തില്ല. പണി നമുക്ക് പാലും വെള്ളത്തിൽ കിട്ടും. ആരൊക്കെ മറന്നെന്ന് പറഞ്ഞാലും ഇന്റർനെറ്റ് ഒരു കാലത്തും മറക്കത്തില്ല. ഒരു നേതാവും ഇല്ല, ഒരു ഓഫീസും എങ്ങും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവന്മാർക്കെതിരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ടാർഗറ്റ് ചെയ്ത് ഭാവിക്കും ജീവനും ദോഷമുള്ള രീതിയിൽ വർക്ക് ചെയ്യും. ഒരു ഭാഗത്ത് നിന്ന് ഒരുത്തൻ അടി കിട്ടി തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവന്മാർ നാലാ വഴിക്ക് ഓടും. ആരോട് പറയാം, ആര് മുന്നിൽ നിന്ന് നയിക്കും? കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ ഇതുപോലുള്ള സംഘടനകൾ നിലവിൽ വരുന്നതിനൊന്നും നമ്മൾ എതിർപ്പൊന്നുമല്ല. പക്ഷെ കൃത്യമാക്കി മനസ്സിലാക്കി നമ്മൾ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഇത് നമ്മുടെ ഭാവിയെ ദോഷം ചെയ്യും. ഇനിയുള്ള കാലത്ത് നമ്മൾ തെരുവിൽ കണ്ട വിപ്ലവം കൊണ്ട് മാത്രം നമ്മുടെ രാഷ്ട്രീയ ബോധം മുമ്പോട്ട് പോകത്തില്ല. കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒരേ രീതി പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട്, ശ്രീലങ്ക പോലുള്ളവ. തമിഴ്നാട് നിങ്ങളൊന്ന് നോക്കിക്കേ, വെറും 2 വർഷം കൊണ്ട് ആ വിജയ് സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ച് തമിഴ്നാടിന്റെ ഭരണം തന്നെ പിടിച്ചു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ വിപ്ലവം കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വരുംകാല ഭരണം ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. വ്യക്തമായിട്ട് ഒരു നേതൃത്വം ഇല്ലാത്ത സംഘടനയിൽ ചേരാതിരിക്കുക. വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പോരാടുന്ന സംഘടനകൾക്കൊപ്പം കൈ ചേർക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയെന്നോ തെറ്റെന്നോ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം.